എല്ലാവരും പറയും സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. സോ എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഡിഫറെൻ്റ് ഐഡിയ ആണ് ഹൗ ടു പ്രോക്രാസ്റ്റിനേറ്റ് ക്രിയേറ്റീവ്ലി. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ടെക്നിക്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ക്രിയേറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ. We can't do everything that we have to do. So, we have to deliberately or consciously procrastinate on something. That must be low value tasks. നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ കോൺഷ്യസ്ലി ലോ വാല്യൂ ആയിട്ടുള്ള ടാസ്കുകൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ് നോ. Just say it politely and clearly so that there will be no misunderstandings. Just say it regularly as a normal part of your time management vocabulary. Warren Buffett, നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദി റിച്ചസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്. അദ്ദേഹത്തോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഇസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? അദ്ദേഹം അപ്പോൾ ഇങ്ങനെ റിപ്ലൈ ചെയ്തു, സിമ്പിൾ, ഐ ജസ്റ്റ് സേ നോ ടു എവറിഥിങ് that is no absolutely vital to me at this moment. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, ഈ കാര്യം നമ്മുടെ സക്സസ്സിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഈ ടാസ്ക് എത്ര വൈറ്റലാണ്? നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മളിത് ചെയ്യേണ്ട അത്യാവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിച്ച് നോക്കുക. എന്നിട്ടൊരു ഉത്തരം കിട്ടും. അതിനനുസരിച്ച് നമ്മളത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. നമുക്ക് എല്ലാവർക്കും എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. പക്ഷേ അതല്ല പ്രശ്നം, നമ്മൾ കോൺഷ്യസ്ലി അല്ല പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ഹൈ വാല്യൂ ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ കോൺഷ്യസ്ലി പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോ വാല്യൂ ആയിട്ടുള്ള ടാസ്കുകൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ വർക്കും ലൈഫും കണ്ടിന്യൂലി റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലോ വാല്യൂ ടാസ്കുകൾ, നമ്മൾ ചെയ്യാറുള്ള ലോ വാല്യൂ ടാസ്കുകൾ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുകയും അത് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. അതായത് വെറുതെ ഇൻ്റർനെറ്റിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ടി വി കാണുന്നത് പോലെയുള്ള ലോ വാല്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ തീരെ വാല്യൂ ഇല്ലാത്ത ടാസ്കുകൾ നമുക്ക് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നതിലൂടെ കണ്ടെത്താനും അത് ഒഴിവാക്കാനും സാധിക്കും. പകരം നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടി സ്പെൻഡ് ചെയ്യാം, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊരു ഹാബിറ്റും കൊണ്ട് മാത്രം ചുരുങ്ങിയൊരു കാലം കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് വരുത്താൻ സാധിക്കും. സോ പ്രാക്ടീസ് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. See you in the next video with another topic.